കായംകുളം നടക്കാവ് LP സ്കൂളിന്റെ 89ാമത് വാർഷികം ആഘോഷിച്ചു. ചടങ്ങിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. കായംകുളം നടക്കാവ് LPSന്റെ 89ാമത് വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് ചടങ്ങും വിപുലമായി നടന്നു. വാർഡ് കൗൺസിലർ അൻസാരി കോയിക്കിലത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം മുനിസിപ്പൽ ചെയർപേഴ്സൺ P. ശശികല ഉദ്ഘാടനം ചെയ്തു. ഒരു കാലഘട്ടത്തിൽ 2015 മുൻപ് വരെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ എയ്ഡഡ് സ്കൂളുകളിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളിലോ കുട്ടികളുടെ എണ്ണം വളരെയേറെ കുറയുകയും അത് അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് ആ കുട്ടികൾ ചേർക്കുന്ന ഒരു രീതിയാണ് കണ്ടത്. കാരണം പഠനത്തിന്റെ നിലവാരം കുറഞ്ഞെന്ന് ഞാൻ പറയില്ല, കാരണം അന്ന് ഇന്ന് പഠിപ്പിക്കുന്ന അധ്യാപകർ അങ്ങനെയാണ്. പക്ഷെ അവിടെ ഭൗതിക സാഹചര്യങ്ങൾ, അവർക്ക് പഠിക്കാനുള്ള മറ്റു സാഹചര്യങ്ങളുടെ കുറവിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ രക്ഷകർത്താക്കൾ കൂടുതൽ സൗകര്യം കിട്ടുന്ന സ്കൂളുകളിലേക്ക് വിടുന്ന ഒരു രീതി കണ്ടിരുന്നു. സ്കൂൾ മാനേജർ ഡോക്ടർ ശിവകാമി മുഖ്യപ്രഭാഷണം നടത്തി. മുനിസിപ്പൽ കൗൺസിലർമാരായ സുമിത്രൻ, അംബിക എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ഗോപികൃഷ്ണൻ, അധ്യാപകരായ KG ലേഖ, രഞ്ജിത, D. ഓമനക്കുട്ടൻ, BG ബിന്ദു, CRC കോർഡിനേറ്റർമാരായ ഷാഹിദ, B. അനിൽ ബോസ്, PTA പ്രസിഡന്റ് ജോജിമോൻ എന്നിവർ സംസാരിച്ചു. കായംകുളത്തിന്റെ വിദ്യാഭ്യാസ ഭൂമികയിൽ ശ്രദ്ധേയമായ സ്ഥാനം കൈവരിച്ചിട്ടുള്ള ഒരു പൊതുവിദ്യാലയമാണ് നടക്കാവ് LPS. ഏതാണ്ട് നവതിയിലേക്ക് കടക്കുന്ന ഈ പൊതുവിദ്യാലയം കായംകുളത്തെയും പരിസരത്തെയും 10,000-കണക്കിന് കുഞ്ഞുങ്ങൾക്ക് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകിയ പൊതുവിദ്യാലയമാണ്. നാടൻപാട്ട് കലാകാരന്മാരായ സിയാദ് ഗിന്നസ്, സുനിൽ വള്ളോന്നിൽ എന്നിവർ കലാവിരുന്നൊരുക്കി. കായികമേള, ശാസ്ത്രമേള, കലോത്സവ വിജയികൾക്കുള്ള സമ്മാനദാനം എന്നിവ നടന്നു. തുടർന്ന് കുട്ടികളുടെ കലാപ്രകടനങ്ങളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കായംകുളം.